ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു ഹൃതിയോട് പറയുക, വർമ്മസാർ ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിന് മാറില്ല. ആ തീരുമാനം ഉറച്ചതും ഇളക്കമില്ലാത്തതുമാണ്. പക്ഷേ രാജു അത് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലേ പറ്റൂ. വർമ്മസാർ ഒരിക്കലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വർമ്മസാർ ഇനി തിരിച്ച് രാഷ്ട്രീയത്തിലൂടെ വരുമോന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു വഴിയുണ്ട് ഋതു, ആ ഒരൊറ്റ വഴിയേ ഉള്ളു. അതെന്താണെങ്കിലും രാജു എന്നോടൊന്ന് പറ. അതെ, ഋതുവിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും അതങ്ങോട്ട് തുറന്ന് പറയണം. ഒരു മകളെന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അച്ഛനെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണം. പക്ഷെ സാറിന് അത് ബോധ്യമാകുകയും വേണം, ബോധ്യപ്പെടുത്തുകയും വേണം. തർക്കിക്കാൻ ഇടവരാത്ത രീതിയിൽ സാറിന് കാര്യങ്ങൾ ബോധ്യമായാൽ പിന്നെ വർമ്മസാർ എതിരൊന്നും പറയില്ല. വാക്കുകൾ വ്യക്തമായും ശക്തമായും കൃത്യമായി ഉപയോഗിക്കണം. പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് വർമ്മസാറിന് തോന്നിയാൽ പിന്നെ സാർ ഒന്നും പറയില്ല. ഋതു, ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ ഒരച്ഛനോട് ഒരു മകൾക്കുള്ള അവകാശവും സ്വാതന്ത്ര്യമാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. സക്സസ് ആകും ഋതു വിഷമിക്കാതെ. അപ്പോൾ സംസാരിക്കാം, ഇല്ലേ രാജു? ഷുവർ, ഓൾ ദി ബെസ്റ്റ് ഋതു. ജയൻ വീട്ടോട്ട് വന്നിട്ട് വലിയൊരു ഗമയിലും ഭാവത്തിലും ഇങ്ങനെ നിൽക്കുക. സ്വന്തം ഭാര്യയാണെങ്കിലും അവിടെ അടുത്തും കുറച്ച് ജാടയോടെ നിൽക്കുന്നത് നല്ലത്. ഇവളും ഇവിടെ അച്ഛനും എനിക്ക് ഒരു വിലയും തന്നിട്ടില്ല. എന്നെ അമ്പലക്കാളെന്നാ വിളിച്ചോണ്ടിരുന്നത്. ഈ അങ്ങോട്ട് നാരങ്ങ വെള്ളം കൊണ്ടുവരുന്നത് ജയൻ കണ്ടിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് ഏതോ അറിയാത്ത ഒരു മുഖർജിയെ വിളിച്ചിട്ട് ഐ ആം ജയൻ ഫ്രം കേരള എന്നൊക്കെ തട്ടി വിടുവാണ്. നാളത്തെ സെൻട്രൽ കമ്മിറ്റി മീറ്റിങ്ങിനൊക്കെ എനിക്ക് വരാൻ പാടാണ്, എങ്കിലും ഞാൻ ശ്രമിക്കാം എന്നൊക്കെ ഭയങ്കര ഗമയിലങ്ങോട്ട് തള്ളുവാണ് ജയൻ. എന്തൊക്കെയോ കുറച്ച് മുറി ഇംഗ്ലീഷും ഒക്കെ തട്ടിവിടുന്നുണ്ട് ജയൻ. പ്രിയ ഇങ്ങനെ അതിശയത്തോടെ വായും പൊളിച്ച് നോക്കി നിൽക്കുക. ജയൻ പ്രിയയുടെ കയ്യിൽ നാരങ്ങ വെള്ളം അങ്ങോട്ട് വാങ്ങിച്ച് താങ്ക് യു മാം. അയ്യോ ജയേട്ടാ, മാമോ? ഞാൻ ജയേട്ടൻ്റെ പ്രിയ. എൻ്റെ പ്രിയ, ഡെയിലി പലരെയും ഞാൻ കാണുന്നതല്ലയോ. ഇത് നീയാണെന്ന് നിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. തള്ളന്ന ഒരൊന്നൊന്നര തള്ളു തന്നെ. പ്രിയ ദേഷ്യത്തോടെ എൻ്റെ പേര് മറന്നുപോയെന്നോ? ഞാൻ നല്ല വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഏട്ടാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ജയന്റെ ഫോണിലോട്ടൊരു കോള് വരുന്നുണ്ട്. പെട്ടെന്ന് ജയൻ വീണ്ടും തള്ളു തുടങ്ങി. ഓ, ദീപിക പോപ്പ് കോൾ. ഐ ആം ജയചന്ദ്രൻ ഫ്രം കേരള. യെസ്. അങ്ങനെ എന്തൊക്കെയോ തട്ടിവിടുവാണ്. പ്രിയ മനസ്സിൽ പറയാ, ഇങ്ങനെ പെണ്ണുങ്ങളെയാണല്ലോ വിളിക്കുന്നതൊക്കെ. ഇതത്രയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഐ വിൽ കം ടുമാറോ എന്നൂടെ പറഞ്ഞു കഴിയുമ്പോഴേ പ്രിയക്ക് ദേഷ്യം വരിക. നിങ്ങളിത് ആരെയാ വിളിക്കുന്നത്? പൊളിറ്റിക്സ് അല്ലേ ഡാർലിംഗ്? ഇത് കേരള പൊളിറ്റിക്സ് ഒന്നും അല്ല പ്രിയ, ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്. ഏട്ടാ, നിങ്ങളോട് എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇതൊക്കെ ഞാൻ കോൾ ഷീറ്റ് തരാം പ്രിയ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. അപ്പോഴേക്കും വീണ്ടും ജയന്റെ ഫോണിലോട്ട് കോൾ വരുന്നുണ്ട്. അയ്യോ, ഇതാ മുണങ്ങ ദീപക്ക. ഇപ്പൊ എന്ത് ചെയ്യും ചേട്ടാ? അവനെ ഞാൻ കൈകാര്യം ചെയ്ത് നീ കണ്ടോ? ഹലോ ദീപക് സാർ. ദീപക് ദേഷ്യത്തോടെ, നീ എന്നെ കാല് വാരിയല്ലേടാ? അയ്യോ സാറേ എന്തോ ഈ പറയുന്നത്? ഞാൻ ദീപക് സാറിന്റെ കാല് വാരുവോ? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ സാറേ. പിന്നെ ഞാൻ വിളിച്ചിട്ട് താനെന്താടോ വരാതെ ആനന്ദം പിള്ളയോടൊപ്പം നിന്നത്? അതെന്റെ ബുദ്ധിയല്ലേ ദീപക് സാറിന് വേണ്ടി. ഞാൻ സാറിനെ സ്ഥാനാർത്ഥിയൊക്കെ സാർ എനിക്ക് എന്ത് തരും? എടോ, താൻ പറയുന്നത് നേരാണ്, പിന്നല്ലാതെ ഞാൻ നുണ പറയൂ? അങ്ങനെ താൻ എനിക്കൊരു സീറ്റ് വാങ്ങി തന്നാൽ താൻ പറയുന്ന എമൗണ്ട് ഞാൻ തനിക്ക് തരും. എന്നാലേ സാർ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ സാറിന് വേണ്ടി റെഡിയാക്കാം. ഒട്ടൻ ദീപക്ക് വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി. പ്രിയ ചോദിക്കുക, എന്റെ ജയേട്ട എന്തൊക്കെയായി തള്ളുന്നത്? ആ ദീപക്കിനെ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കും? എടി ബുദ്ധൂസേ മണ്ടശിരോമണി, അതാടി രാഷ്ട്രീയ തന്ത്രം. ഞാൻ അനന്തന്റെ പുറകെ നടക്കുന്നത് ദീപക്കിന് വേണ്ടിയാണെന്ന് ഞാൻ ദീപക്കിനോട് പറയുന്നു. വല്ല കാലക്കേടിനെങ്ങനെ അനന്തൻ ദീപക്കിനെ സ്ഥാനാർത്ഥിയാക്കുകയോ എന്തെങ്കിലും ഉപകാരമോ ചെയ്യുകയാണെങ്കിലോ അത് ഞാൻ ചെയ്തതാണെന്ന് അങ്ങോട്ട് വരുത്തി തീർക്കും. അങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാം. എങ്ങനെയുണ്ട് പ്രിയ എന്റെ ബുദ്ധി? എന്റെ ദൈവമേ, ഭയങ്കര തല തന്നെ എന്റെ ജയേട്ടന്റെ. എന്നാൽ എന്റെ ഈ തല തണുക്കാൻ ഈ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടൊന്നും പറ്റില്ല. നീ ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്തോണ്ട് വാ. ടി വിയിൽ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുവാണ്. പ്രതാപനും അംബിക ഇങ്ങനെ സോഫയിലിരിക്കുക. അംബിക പറയാ, രാഷ്ട്രീയം ഇങ്ങനെ ചൂട് പിടിക്കുവാണല്ലോ പ്രതാപൻ ദേഷ്യത്തോടെ പറയാ, ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്തിനാ ചേച്ചി ഇങ്ങനെ കുത്തിപ്പോക്കുന്നത്? ഞാൻ അതൊക്കെ വിട്ടു. ഒരു ജന്മം മുഴുവൻ ഞാൻ അതിനുവേണ്ടി തുലച്ചു. ഇനി ഒന്നിനും ഞാനില്ല, മുറിവേറ്റു മടങ്ങിയതാ. ഇനി ഒരു തിരിച്ചുപോക്കില്ല. ശേഖരൻ പറയാം, ചേട്ടനവിടെ സമാധാനമായിട്ടിരിക്കും. ചേച്ചി അറിയാതെ പറഞ്ഞതായിരിക്കും. പ്രതാപ, നിനക്ക് വിഷമമാകണമെന്ന് കരുതി ഞാൻ പറഞ്ഞതല്ല. അപ്പോഴങ്ങോട്ട് പൊൻകുന്നം സദാശിവൻ സാറും നിലവിലെ MLA മാരും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവരോടൊപ്പം രാജുവും ഹൃതിയും വരുന്നുണ്ട്. എല്ലാവരും പ്രതാപന് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പ്രതാപന് നമസ്കാരം പറഞ്ഞിട്ട് പറയുന്നു, എന്താ എല്ലാരും കൂടി? ഞങ്ങൾക്കെന്താ വർമ്മ സാറിനെ കാണാൻ വരുന്നതിന് വിലക്ക് വല്ലതുകൊണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. സദാശിവൻ സാറ് പറയാം, ഒരു റാസ്കൽ കാശെറിഞ്ഞ്
പ്രസ്ഥാനത്തെ തളർത്തിയെന്ന് കരുതി സത്യശാസ്ത്രം എന്താ നശിച്ചു പോയോ? പിന്നെ ഞാനും ഈ MLA-മാരും അനന്തംപിള്ളയോടൊപ്പം പോയവരല്ല. ഉടനെ വർമ്മൻ പറയാ, സദാശിവൻ സാറെ, പൊളിറ്റിക്സ് ആണ് സബ്ജക്റ്റ് എങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എനിക്കതൊന്നും കേൾക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. പൊളിറ്റിക്സ് അല്ലാതെ നമുക്ക് വേറെ എന്ത് സബ്ജക്റ്റാണ് പ്രതാപ ഉള്ളത്? ചോരയും നീരും വറ്റിച്ച് മഹാദേവൻ സാറും നമ്മൾ എല്ലാവരും കൂടി പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ഒരു സുപ്രഭാതത്തിൽ ആ ദ്രോഹി തല്ലി തകർത്തി കളഞ്ഞത്. ഇതെങ്ങനെ വിടാൻ പറ്റുമോ വർമ്മേ? അതാ ഞാൻ പറഞ്ഞ് അത് ഓർക്കുമ്പോൾ മനസ്സിലൊരു വല്ലാത്ത നീറ്റലാണ്. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ? സദാശിവൻ സാറ് പറയാം, ഞാനൊരു വികാരത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്ന് ഋതുമോളെ വിളിച്ചിട്ട് പ്രതാപനും അംബികയും പെട്ടെന്ന് ഇങ്ങനെ ഋതികയെ നോക്കുക. വർമ്മ സാറിന്റെ സാന്നിധ്യത്തിൽ എല്ലാവരോടുമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഞങ്ങളോട് ഋതുമോൾ പറഞ്ഞു. അതെന്താണെന്ന് ഋതുമോൾ തന്നെ പറയും. ഋതുമോൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോ മോളെ. അപ്പൊ ഋതിക ഒരു വിഷമത്തോടെ പറയാം, അച്ഛാ ഞാൻ പറയുന്നത് ധിക്കാരമാണെന്ന് അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു കാര്യം എല്ലാവരുമായിട്ട് സംസാരിക്കണമായിരുന്നു. എന്താ വർമ്മ സാറേ? മോള് കാര്യം പറയുവല്ലേ, അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേട്ടുകളയാം. ഒരു സാധാരണ പെൺകുട്ടി അല്ലല്ലോ ഋതിക മോള്, വർമ്മ സാറിന്റെ മകളല്ലേ. അംബിക തല പുകഞ്ഞ് ആലോചിക്കാൻ ഇവളിത് എന്തിനുള്ള പുറപ്പാടാണ്? ഏകരനുടനെ സന്തോഷത്തോടെ ഋതികയോട് പറഞ്ഞു, ചേട്ടൻ വഴക്കൊന്നും പറയില്ല മോളെ, മോക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ധൈര്യത്തോടെ പറഞ്ഞോ. എനിക്ക് എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് പുതിയ ഒരാശയമാണ്. ഒരു പുതിയ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും ഉണ്ടായതാ നൂതനമായ ഈ ഒരാശയം. അനന്തംപിള്ളയെ പോലെ കുറച്ച് ഫ്യൂഡൽ ചിന്താഗതിക്കാരിൽ നിന്നും ഈ നാടിനെ നമുക്ക് മോചിപ്പിക്കണം. പൊതുജനങ്ങളുടെ യാതൊരു സ്നേഹവും ഉത്തരവാദിത്വവും കമ്മിറ്റ്മെന്റും ഇല്ലാത്ത നേതാക്കളാ ഇന്നത്തെ രാഷ്ട്രീയത്തിലുള്ളത്. ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. രാഷ്ട്രീയം എന്നത് അധികാരം നേടാനല്ല, അധികാരം ജനങ്ങൾക്ക് തിരികെ കൊടുക്കാനാണ്. ജനങ്ങൾ കരയുമ്പോൾ കേൾക്കുന്ന ചെവിയാണ് രാഷ്ട്രീയം. അവരുടെ ശബ്ദമായി നിൽക്കുന്നവരായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ. പണത്തിനും പദവിക്കും വേണ്ടി നിലകൊള്ളുന്നവർ രാഷ്ട്രീയക്കാരല്ല. ജനനന്മയ്ക്ക് വേണ്ടി പോരാടുന്നവർ യഥാർത്ഥ രാഷ്ട്രീയ നേതാവ്. രാഷ്ട്രീയം ഒരു പോരാട്ടമായിരിക്കണം. അത് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്പം അവിവേകമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ നാടിന് വേണ്ടി എനിക്ക് ചിലത് പറഞ്ഞേ പറ്റൂ. ശേഖരനാണെ സന്തോഷം കൊണ്ട് ഋതികയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അനന്തംപിള്ള പാർട്ടി തകർത്തു എന്നും പറഞ്ഞ് മാറി നിൽക്കുന്നത് ഭീരുത്വമാണെന്ന എന്റെ അഭിപ്രായം. ഈ പാർട്ടിയിൽ ഇപ്പോഴും എന്റെ അച്ഛനും സദാശിവൻ സാറും അടന്നലം തോമസ് സാറും ഉൾപ്പെടെയുള്ള കരുത്തരായ നേതാക്കളുണ്ട്. പാർട്ടിക്ക് പുതിയൊരു മുഖവും പ്രതിച്ഛായയും നമുക്ക് വേണം. അതിന് കരുത്തരായ യുവതി യുവാക്കളെയും കൂടെ ചേർത്ത് ഇടഞ്ഞു നിൽക്കുന്ന മറ്റു പാർട്ടി പ്രവർത്തകരെയും കൂട്ടി നമ്മുടെ മുന്നണി വികസിപ്പിച്ചെടുക്കണം. അനന്തംപിള്ള പാർട്ടിയുമായി പിണങ്ങിപ്പൊക്കോട്ടെ. അത് ജനങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനുമാണെന്ന് വിവരമുള്ള ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഈ പാർട്ടി ശക്തമാക്കണം. KCPയിൽ ഇപ്പോഴും അണികളുണ്ട്. ഈ പൊതുജനം ഇപ്പോഴും നിങ്ങളിൽ വിശ്വാസമുള്ളവരാ. അതുകൊണ്ട് അച്ഛൻ പാർട്ടി പ്രവർത്തനം നിർത്തി നിരാശനായിട്ട് മാറരുത്. ഋതിക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിശയത്തോടെ സദാശിവൻ സാറും കൂടെ വന്ന MLA-മാരും ഒക്കെ ഇങ്ങനെ നോക്കുവാണ്. ഇതൊരു മകളുടെ അപേക്ഷയല്ല, ഈ നാട്ടിലെ ഒരു വ്യക്തിയുടെ റിക്വസ്റ്റാണ്. അംബികയും മകൻ ദീപക്കും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഇവൾ ഇത്രയൊക്കെ പറയുമെന്ന് കരുതിയില്ലല്ലോ. ഇനി ഇവിടെ വാക്ക് കേട്ട് പ്രതാപൻ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പ്രതാപൻ പഴയ പല്ലവി തന്നെ, ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല. എന്നെപ്പോലെ ഇത്രയധികം അപമാനിതനായ മറ്റൊരു രാഷ്ട്രീയ നേതാവുണ്ടോ? സദാശിവൻ സാറ് പറയാം, അപമാനിതനായെന്നും പറഞ്ഞ സമൂഹത്തിൽ നിന്ന് ഓടി ഒളിച്ചാൽ ഇഷ്ടപ്പെട്ട അഭിമാനം എന്താ തിരിച്ചു കിട്ടുവോ? പ്രതിഷേധിക്കണം. അനന്തംപിള്ള പറഞ്ഞു കൂട്ടുന്ന എല്ലാ അപമാനങ്ങൾക്കും മറുപടി കൊടുക്കണം. MLA-മാരിൽ ഒരാൾ പറയുന്നത് വർമ്മ സാർ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞവരുടെ വായ അടപ്പിക്കണം. അതിനുള്ളൊരു വേദിയാണച്ചാ സജീവമാകുന്ന നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ഇലക്ഷനെ നേരിടണം. ജയിക്കോ തോൽക്കോ എന്നുള്ളതൊക്കെ നമ്മുടെ പ്രവർത്തനം പോലെ ഇരിക്കും. ഇലക്ഷനെ നമ്മൾ നേരിട്ടേ പറ്റൂ. സദാശിവൻ സാർ ഉറപ്പിച്ച് പറയുവാണ്. ഉടനെ രാജു പറയാം, ഈ ഇലക്ഷനെ നേരിടാൻ നമ്മളോടൊപ്പം 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് മതി. ഒരേ പാർട്ടിയുടെ കൊടിക്കീഴിൽ 10 മണ്ഡലങ്ങളിലെങ്കിലും മത്സരിക്കണം. അച്ഛൻ തല ഉയർത്തി സാമൂഹിക രംഗത്തോട്ട് മടങ്ങി വരണം. എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സദാശിവൻ സാർ വീണ്ടും ചോദിക്കുന്നു, വർമ്മ സാർ എന്തു പറയുന്നു? നമുക്ക് പുതിയ പാർട്ടി ഒന്നും ഉണ്ടാക്കണ്ട, പഴയ പാർട്ടി തന്നെ മതി. നമുക്ക് ഇലക്ഷനെ നേരിടണം. സദാശിവൻ സാറ് പറയുന്നത്, സാറേ ഇതൊരു ക്രിട്ടിക്കൽ മൊമെന്റ്സ് ആണ്. പ്രതാപ് വർമ്മ ആകെ ചിന്തയിലായി. വർമ്മ സാറിന്റെ അഭിപ്രായം ഇവിടെ വളരെ വിലപ്പെട്ടതാണ്. MLA-മാരും പറയുന്നുണ്ട്, സാറിൽ നിന്ന് അനുകൂലമായൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരല്ലേ സാറേ? പേടിച്ചാ പിന്നെ ഓടി ഒളിക്കാൻ നമുക്ക് കാടുകളില്ല. പ്രതാപൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. സാറെന്താ മറുപടി ഒന്നും പറയാത്തത്? ഞാൻ പറയാം. പ്രതാപൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഋതിയോട്, നീങ്ങി വന്നേ, കൂടെ രാജു വരാൻ ഒരുങ്ങുമ്പോൾ നിന്നെ വിളിച്ചില്ല, ഇവള് മാത്രം വന്നാ മതി. ഋതിക പേടിക്കുന്ന, അയ്യോ രാജു പേടിക്കണ്ട ഋതു, ധൈര്യത്തെ പോയിക്കോ എന്ന് രാജു സമാധാനപ്പെടുത്തുന്നുണ്ട്. സദാശിവൻ സാറ് ചോദിക്കുന്നു, രാജു കൊച്ചിനെ വഴക്കു വല്ലതും പറയുമോ?
പ്രതാപൻ ഇങ്ങനെ മുറിയിൽ വന്ന ഒരു ദേഷ്യ ഭാവത്തിൽ നിൽക്കുവാണ്. ഋതിക പേടിച്ച് കതവ് തുറന്ന് അകത്തോട്ട് കയറി ചെല്ലുക. സദാശിവൻ സാറിന് ആകെ പേടി. പ്രശ്നമാവുമോ ശേഖര? വർമ്മ സാർ മോളെ വഴക്ക് പറയുകയോ മറ്റോ ചെയ്യുവോ? ശേഖരനും ആകെ ഭയന്ന് നിൽക്കുവാണ്. അംബിക അവിടെ നിന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, അവക്കിട്ട് രണ്ട് കിട്ടണേ. പ്രതാപനോടെ മുഖം അടച്ചിട്ട് രണ്ട് കൊടുക്കണേ. അംബിക അങ്ങനെ പതുക്കെ ദീപക്കിനോട് പറയുന്നത് രാജു ഇങ്ങനെ ശ്രദ്ധിച്ച് ദേഷ്യത്തോടെ നോക്കുവാണ്. പ്രതാപൻ ശബ്ദത്തിൽ ചോദിക്കുന്ന ഋതിയോട്, ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് നീ ചെയ്തത്? സദാശിവൻ സാറിന് വല്ലാത്ത പേടി. അയ്യോ രാജു സാറേ, ടെൻഷൻ ആകാതെ. രാജു വളരെ കൂളായിട്ടാണ് പറയുന്നത്. എന്തൊക്കെയായാലും ഒരച്ഛനും മോളും അല്ലേ. അവൻ ദേഷ്യത്തോടെ ഋതിയോട് ചോദിക്കുന്നു, എന്താടി ഞാൻ ചോദിച്ചതിന് ഉത്തരവില്ലേ നിനക്ക്? നീ കാണിക്കുന്നൊക്കെ എന്ത് ധിക്കാരവാ? ആരോട് ചോദിച്ചിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്? ആ കുട്ടി നല്ലതിന് വേണ്ടി ചെയ്തതാ, പക്ഷെ അതിപ്പോ ആ കൊച്ചിനാപത്തായി. ഉടനെ അംബിക പറയും, അതെ നല്ലതാണോ അല്ലയോ എന്നുള്ള പ്രതാപനും കൂടെ തോന്നണ്ടേ. സദാശിവൻ സാറിന് ദേഷ്യം കൊണ്ട് വയ്യ. അംബികയുടെ ഈ അധികാര മോഹമായിരുന്നു പ്രതാപനെ ഈ പാർട്ടിയെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത്. അയ്യോ, അതിന് ഞാനെന്ത് ചെയ്തു? വർമ്മ സാറിന്റെ ഇമേജ് തകർത്തത് നിങ്ങളല്ലേ? അദ്ദേഹത്തെ കള്ളനെന്നും അഴിമതിക്കാരനെന്നും എന്നൊക്കെയുള്ള പേര് ചാർത്തി കൊടുത്ത നിങ്ങൾ ഒറ്റ ഒരുത്തിയ. അയ്യോ സദാശിവൻ സാറേ എന്നിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുക, ചരിത്രം മുഴുവൻ അറിയാവുന്ന ആളാ ഞാൻ. അതുകൊണ്ടേ എന്നോട് തർക്കിക്കാൻ വരല്ലേ. തലയ്ക്ക് നല്ലൊരു അടി കിട്ടിയ പോലെ അംബിക നാണിച്ചങ്ങനെ നിൽക്കുക. ഋതിക ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. പ്രതാപൻ ദേഷ്യത്തോടെ, എന്താടി നിനക്കൊരക്ഷരം മിണ്ടാനില്ലേ? നിന്റെ വായിലെന്താ നാക്കില്ലേ? ദീപക് അംബികയുടെ ചെവി പറയാ, ഇയാള് വലിയ നേതാവ് ചമഞ്ഞത്. എന്തായാലും അതിനുള്ള കൂലി ഇപ്പൊ കിട്ടും. അപ്പോഴങ്ങോട്ട് പ്രതാപനും ഋതികയും വരുന്നുണ്ട്. എല്ലാവരും അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ്. പ്രതാപൻ പറയുക, എന്നെ കാണാൻ എന്റെ വീട്ടിലോട്ട് വന്ന എല്ലാവർക്കും എന്റെ നന്ദി. നിങ്ങൾ വന്നത് വെറുതെ അല്ല, മഹത്തായ ഒരു ഉദ്ദേശത്തോടുകൂടിയായിരുന്നു. എന്റെ മകള് പ്രായത്തിൽ തീരെ ചെറുപ്പമാണ്, പക്വതയില്ലാത്ത സ്വഭാവം. ഇത്രയും സീനിയേഴ്സായ നിങ്ങൾ, ഇത്രയും പ്രവൃത്തി പരിചയമുള്ള നിങ്ങൾ, കേവലം മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ വാക്ക് കേട്ട് എന്നെ വിശ്വസിച്ച് നിങ്ങൾ വന്നു. അംബികയുടെ മുഖത്തൊരു വല്ലാത്ത സന്തോഷം വിരിയുന്നുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുന്നു. പക്ഷെ നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടി വന്നതിൽ ഞാൻ വല്ലാതെ ഖേദിക്കുന്നു. സദാശിവൻ സാറിന് ദേഷ്യവും സങ്കടം വരുന്നുണ്ട്. പറയുക, സോറി വർമ്മ സാറെ, നിങ്ങളോട് ക്ഷമിച്ചേക്ക്. പാർട്ടി പുനരുത്തേജിപ്പിക്കണം, ഇലക്ഷനെ നേരിടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വന്നത് അങ്ങയുടെ ആരോഗ്യനിലയും മാനസിക നിലയും പരിഗണിക്കാതെയായിരുന്നു. സാറിനുള്ള അമിതമായ താല്പര്യം കൊണ്ട്, അണികളുടെ ആവേശം കൊണ്ടും എല്ലാം മറന്നുപോയി. മുന്നറിയിപ്പില്ലാതെയുള്ള ഞങ്ങളുടെ ഈ വരവ് താങ്കൾക്ക് വിഷമമുണ്ടാക്കിയതിൽ ഞാൻ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. ശേഖരന് പൊട്ടിക്കരയണോ വഴക്ക് പറയണോ ഒന്നും അറിയാതെ ശേഖരൻ ആകെ വിഷമത്തോടിങ്ങനെ പ്രതാപനെ നോക്കുവാണ്. അംബികയുടെയും മോന്റെയും സന്തോഷത്തിന് അതിരില്ല. പ്രിയമോള് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങി പുറപ്പെട്ടത്. അവർ ദയവായി ഇതിന്റെ പേരിൽ കുട്ടിയെ വഴക്ക് പറയരുത്. ഞങ്ങൾ ഇറങ്ങുക, എന്നാ നമുക്ക് ഇറങ്ങാം. സങ്കടത്തോടെ കുനിഞ്ഞു നിൽക്കുന്ന ഋതികയെ ഇങ്ങനെ പരിഹാസത്തോടെ അംബിക നോക്കുവാണ്. പെട്ടെന്ന് വർമ്മ പറയുക, അതിന് ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ സദാശിവൻ സാറേ. എന്റെ മകൾ മുന്നോട്ട് വെച്ച നൂതനമായ ആശയം പുതിയ തലമുറയുടെ തലയിലുദിച്ച പുതിയ സൂര്യപ്രകാശമാണ്. അവളും നിങ്ങളും കൂടി മുന്നോട്ട് വെച്ച ഈ ആശയം ഞാൻ 100% അംഗീകരിക്കുന്നു. ഇത്രയും നേരം വിഷമത്തോടെ വന്ന രാജുവും ഋതികയും എല്ലാവരും കൈയടിച്ചതങ്ങോട്ട് പാസ്സാക്കുവാണ്. അംബികയും മകനും ആകെ തകർന്ന്, കൈയടിച്ചില്ലെങ്കിൽ നാണക്കേടാവുമല്ലോ, കൈയോടെ പൊക്കുമല്ലോ എല്ലാവരും എന്നും പറഞ്ഞ് രണ്ടുപേരും മനസ്സില്ലാ മനസ്സോടെ ഇങ്ങനെ കൈ അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ട്. നമ്മൾ തകർന്നുപോയ നമ്മളുടെ പ്രസ്ഥാനത്തിനെ ജീവശ്വാസം പകർന്ന് അതിനെ പുനർജീവിപ്പിക്കുന്നു. നമ്മൾ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ആത്മവിശ്വാസത്തോടെ നേരിടണം. പ്രതാപൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശേഖരന്റെ മുഖത്തെ ആ സന്തോഷം, സംശയത്തോടെയും സങ്കടത്തോടെയും വന്നവരുടെ എല്ലാ മുഖത്തും സന്തോഷത്തിന്റെ പൂത്തിരി മലരുകയാണ്. അംബിക ദേഷ്യത്തോടെ ഇങ്ങനെ ഋതികയെ തന്നെ നോക്കുക. ഋതിയെ ഓർക്കുവാണ് അപ്പോൾ മുറിയിൽ നടന്ന കാര്യം. നിന്റെ വായിൽ എന്താടി പറയടി എന്നൊക്കെ പ്രതാപൻ പറയുമ്പോൾ ഋതിക പറയുക, ആകെ പതറി പകച്ചു നിൽക്കുവാണ് എൻ്റെ അച്ഛൻ. ഒരു വഴി പറഞ്ഞു തരാൻ എൻ്റെ അച്ഛനിപ്പം ഞാനല്ലാതെ മറ്റാരുമില്ല. ഋതികെ, നീ എൻ്റെ മുന്നിൽ ധിക്കാരം പറയുവാണോ? ഇങ്ങനെയൊക്കെ റൂമിൽ വെച്ച് പറഞ്ഞ അച്ഛനാണല്ലോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ആ സന്തോഷം അങ്ങോട്ട് ഉൾക്കൊള്ളാനാകാതെ ഋതിക ഇങ്ങനെ അതിശയത്തോടെ പ്രതാപനെ തന്നെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യവും ന്യായവും വിജയിക്കാൻ വേണ്ടി പ്രതാപവർമ്മ വീണ്ടും രാഷ്ട്രീയത്തിലോട്ട് മടങ്ങി വന്നിരിക്കുന്നു. അനന്തംപിള്ള ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ലത്. ഇനി അംബിക വീണ്ടും അനന്തംപിള്ളയെ കൂട്ടുപിടിച്ച് പ്രതാപനെ ചതിക്കാൻ ഒരുങ്ങുമോ? എന്തൊക്കെയായിരിക്കും അംബികയും ദീപക്കും ഇനി പ്രതാപനെതിരായിട്ട് ചെയ്യാൻ പോകുന്നത്? അതിനെയെല്ലാം രാജുവും ഋതികയും പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചെറിയുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.